الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون അല്ലാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകളെ, തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മുർസലീങ്ങളെ നിയോഗിച്ച കാലഘട്ടങ്ങളിലെല്ലാം ദീനുൽ ഇസ്ലാമിന്റെ പാശ്ചാത്തലം ലോകത്ത് നിലവിലുണ്ടായിരുന്നു. തീരെ ദീനുൽ ഇസ്ലാമിനെ പരിചയമില്ലാത്ത ഒരു സമൂഹത്തിലേക്ക് അല്ലാഹു റസൂലിനെ നിയോഗിച്ചിട്ടില്ല. ഒരു റസൂലിനെയും 313 മുർസലീങ്ങളെയാണ് അല്ലാഹു ആകെ നിയോഗിച്ചത്. അതും 1,24,000 അല്ലെങ്കിൽ 1,25,000, 2 ലക്ഷത്തോളം ഉണ്ട് എന്നും അഭിപ്രായമുണ്ട് നബിമാരുടെ കൂട്ടത്തിൽ. നബിമാര് അതാത് കാലഘട്ടത്തിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് തർബിയത്ത് കൊടുക്കാനുള്ളവരാണ്. നബിമാര് ആരെയും അല്ലാഹു മുശ്രിക്കീങ്ങളിലേക്കോ കാഫറുകളിലേക്കോ നിയോഗിച്ചതല്ല, മുസ്ലിമീങ്ങളിലേക്ക് നിയോഗിച്ചതാണ്. നബുവത്ത് തർബിയത്തിന് വേണ്ടിയുള്ളതാണ്, തർബിയത്ത് മുസ്ലിമീങ്ങൾക്കുള്ളതാണ്. റിസാലത്ത് ദഅവത്തിന് വേണ്ടിയുള്ളതാണ്, ദഅവത്ത് കാഫിറുകൾക്കും മുശ്രിക്കുകൾക്കും ഉള്ളതാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് നബിയാണ്, റസൂലല്ല. കാരണം എന്താ? ദഅവത്തിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട്. എന്തുകൊണ്ടാണ് ദഅവത്തിന്റെ ആവശ്യമില്ലാതിരുന്നത്? ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്താനങ്ങളിൽ 1ാമത്തെ തലമുറ ജാറത്തിലെത്തിയിട്ടില്ല. അതുകൊണ്ട് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വഫാത്തിന് ശേഷം പിന്നെ ആ സമൂഹത്തിൽ തർബിയത്തിന് അല്ലാഹു നിയോഗിക്കുന്നത് ശീസ് നബിയെയാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 21ാമത്തെ സന്തതിയാണ് ഷീസ് നബിയാണ്, റസൂലല്ല. എന്തുകൊണ്ട്? സമൂഹം ശിർക്കിലെത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ് ശിർക്കിലെത്താതിരുന്നത്? മരിച്ചവരുടെ ജാറങ്ങളിലേക്ക് സമൂഹം പരിചയപ്പെടാൻ തുടങ്ങിയിട്ടില്ല, ശൈത്താന്റെ ജോലി ആരംഭിച്ചിട്ടില്ല. അതുകൊണ്ട് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ശീസ് നബിന്റെയും ഖബർ വെച്ചുകൊണ്ടാണ് ശൈത്താൻ ശിർക്ക് ഉദ്ഘാടനം ചെയ്തത്. അള്ളാഹു 2 പേർക്കും ജോലി കൊടുത്തതാണ്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ശിർക്ക് എന്നത് യാദൃച്ഛികമായി മുളച്ചു വരുന്നതാണ് എന്ന് കരുതരുത്. നെല്ലുകൾക്കിടയിൽ കിളകൾ മുളക്കുന്നത് പോലെ. വയലിൽ നെല്ലല്ലേ വിത്തിടാറുള്ളൂ, കിളകൾക്ക് വിത്തിടാറുള്ളൂ ആരെങ്കിലും? കിളകൾ അറിയില്ലേ? നെല്ലിൻ്റെ ഒന്നിച്ച് വളരുന്ന പുല്ല്, അതിനാരും വിത്തിടാറില്ല. നെല്ലിനാണ് വിത്തിടുക.
നെല്ലിന്റെ ഇടയിൽ കിളകൾ വളരും. അതുപോലെ യാദൃച്ഛികമായി വളർന്നു വന്നതാണോ ശിർക്ക് എന്ന് നാം കരുതുന്നുണ്ടോ? ഇല്ല, അള്ളാഹുവിന്റെ സംവിധാനമാണ് ശിർക്ക്. ആദമിനും ഷൈത്താനും അല്ലാഹു തആല ആകാശത്തിൽ പരിശീലനം നൽകി. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം മാത്രം നമ്മൾ ചർച്ച ചെയ്യും, ഷൈത്താന്റെ ചരിത്രം ചർച്ച ചെയ്യില്ല. അതുകൊണ്ടാണ് ഇതിന്റെ നെഗറ്റീവിലേക്ക് നമുക്കറിയാതെ പോയത്. രണ്ടു കൂട്ടക്കാർക്കും തർബിയത്ത് കിട്ടിയത് ആകാശത്തിൽ വെച്ചല്ലേ? അല്ലാഹു തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പരിശീലനം കൊടുത്തതും ആകാശത്തിലാണ്, ഷൈത്താന് പരിശീലനം കൊടുത്തതും ആകാശത്തിലാണ്. രണ്ടും പരിശുദ്ധ ഖുർആനല്ലേ? ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇൽമ കൊടുത്തു. വഅല്ലമ ആദമൽ അസ്മാഅ, ആദമിന് അല്ലാഹു ഇൽമ നൽകി. ഷൈത്താനും അല്ലാഹു തആല ഇൽമ നൽകി. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാനും അതേപോലെയുള്ള അള്ളാഹുവിനെ പ്രകീർത്തിക്കാനുള്ള ഏർപ്പാടുകൾ ആകാശത്തിൽ ചെയ്തു കൊടുത്തു. ഷൈത്താനും അള്ളാഹു അതേപോലത്തെ ഏർപ്പാട് ചെയ്തു കൊടുത്തു മലക്കൾക്കിടയിൽ. മലക്കളുടെ കൂട്ടത്തിൽ ഒരാളല്ലേ ഷൈത്താൻ. മലക്കൾ പഠിച്ച ഇൽമ അതിനേക്കാൾ കൂടുതൽ പഠിച്ചില്ലേ? ലൗ കാന ലിൽഇൽമി ശറഫുൻ ദൂന തുഖാ ലകാന അശ്റഫ ഖൽഖില്ലാഹി ഇബ്ലീസു. തഖ്വയും അമലുമില്ലാത്ത ഇൽമിന് വല്ല പ്രത്യേകതയും ഉണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ സൃഷ്ടിയുടെ കൂട്ടത്തിൽ ഏറ്റവും അശ്റഫായ സൃഷ്ടി ശൈത്താനാകുമായിരുന്നു എന്നല്ലേ പ്രമാണം? അല്ലേ പ്രമാണം? ലൗ കാന ലിൽഇൽമി ദൂന തുഖാ ശറഫു. തഖ്വയില്ലാത്ത ജീവിതം, സൂക്ഷ്മതയില്ലാത്ത ജീവിതം, അമലില്ലാത്ത ജീവിതം. അമലില്ലാതെ ജീവിക്കുന്ന ഒരാൾക്ക് ഇൽമിന് വല്ല ശറഫും ഉണ്ടായിരുന്നുവെങ്കിൽ, തഖ്വയോ അമലോ വേണ്ട, ഇൽമ മതി, അതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ടാകുമായിരുന്നുവെങ്കിൽ ലക്കാന അശ്റഫ ഖൽഖില്ലാഹി, അള്ളാന്റെ സൃഷ്ടിയിൽ ഏറ്റവും മാന്യനും ബഹുമാന്യനുമായ സൃഷ്ടി ആരാകുമായിരുന്നു? ഇബ്ലീസു, ഇബ്ലീസ് ആകുമായിരുന്നു. കനത്ത വലിയ ഇൽമുള്ളാണ് അയാൾ. ആര് കൊടുത്ത ഇൽമ? അള്ളാഹു കൊടുത്തു. ഇൽമിന്റെ ഖസാന അള്ളാന്റെ കയ്യിലല്ലേ? ഇൽമിന്റെ മാലിക്കാരൻ, ഇൽമിന്റെ ഖാലിക്കാരൻ അള്ളാഹു. പക്ഷെ ഷൈത്താനെ കിട്ടിയ ഇൽമ വേറെ ആർക്കെങ്കിലും ആണ് വിശ്വാസം, നമ്മുടെ ഈമാൻ പോകൂലേ? അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിയെന്ന് വിശ്വസിച്ചാൽ നമ്മൾ ഈമാൻ ബാത്തിലായില്ലേ? ആർക്ക് എന്ത് കിട്ടുന്നുണ്ടെങ്കിലും അത് അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിച്ചെങ്കിലേ നമ്മൾ ഈമാൻ സഹിയാവുള്ളൂ. അമേരിക്ക ഭരിക്കാൻ ട്രംപിനെ ഏൽപ്പിച്ചത് അള്ളാഹുവാണ്, അല്ലാന്ന് ഒരുത്തൻ പറഞ്ഞ അപ്പം കാഫിറാവൂലേ? ഇന്ത്യ രാജ്യം ഭരിക്കാൻ നരേന്ദ്രമോദി ഏൽപ്പിച്ചത് അള്ളാഹുവാണ്. കൂട്ടരെ വല്ല സംശയം ഉണ്ടെന്നത് അക്കാര്യത്തിൽ അള്ളാഹുവിന് ഒരു ഇടപെടലുമില്ല. ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ ആയതെന്ന് വിശ്വസിച്ചാൽ മുഅ്മിനീങ്ങളുടെ ഈമാൻ എന്താവും? അള്ളാഹു പറഞ്ഞില്ലേ, ലൈസ ലഹു ശരീകുൻ ഫിൽ മുൽക്ക്, വസ്തുക്കളുടെയോ ശക്തികളുടെയോ ആധിപത്യത്തിൽ ഒരു ശിർക്കും അള്ളാഹു അല്ലാത്ത ആർക്കുമില്ല എന്ന്. ഇവിടുത്തെ അസ്ബാബുകളുടെ മാലിക് അള്ളാഹു അല്ലേ? വസ്തുക്കളുടെ ഭൂമിന്റെ ഉള്ളകത്തും ഭൂമിന്റെ പുറംഭാഗത്തുള്ള സകല വസ്തുക്കളുടെയും മാലിക് അള്ളാഹുവാണ്. അള്ളാഹു അറിയാതെ ഒരു ആണി ഉപയോഗിക്കാൻ ആരെക്കൊണ്ടെങ്കിലും പറ്റുമോ? എന്താ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്? ഈ തൗഹീദും തസ്ബീഹും ഉറച്ചാലും തൗഹീദാവില്ല. അള്ളാഹനെ പഠിക്കണം. കൂട്ടരെ, ഭൂമിന്റെ ഉള്ളിൽ അള്ളാഹ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പെട്രോളിൽ നിന്നൊരു മില്ലി ഉപയോഗിക്കാൻ അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ ലോകത്താരെ കൊടുക്കലും പറ്റുമോ? പറ്റുമെന്ന് വിശ്വസിച്ചാൽ ഫഖദ് കഫർ. അള്ളാഹുവിനെ സംബന്ധിച്ച് കുഫ്റിലാണ്. എങ്കിൽ പിന്നെ ദുനിയാവിന്റെ ഉള്ളിലും ഭൂമിയുടെ ഉള്ളകത്തും പുറം ലോകത്തുമുള്ള വസ്തുക്കളെ ഉപയോഗിച്ച് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിക്ക് ആ വസ്തുക്കളുടെ ഉപയോഗത്തിന് അസ്ബാബുകളെ വിട്ടുകൊടുക്കുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. അള്ളാഹു വസ്തുക്കളെ വിട്ടുകൊടുക്കാതെ ലോകത്താർക്കെങ്കിലും രാജ്യം ഭരിക്കാൻ പറ്റുമോ? എങ്കിൽ പിന്നെ രാജ്യം ഭരിക്കുന്നവനൊക്കെ പേടിക്കേണ്ട ആവശ്യം എന്താണ്? രാജ്യം ഭരിക്കുന്നവനെ സംബന്ധിച്ചല്ലോ ഭയം വേണ്ടത്, രാജ്യം ഭരിക്കാൻ ഏൽപ്പിച്ചവനെ സംബന്ധിച്ചല്ലേ ഭയം വേണ്ടത്. അവരോട് പറ. എത്ര പേരുണ്ട് പറയാൻ? ഭരണകർത്താക്കളോടല്ലോ നമ്മുടെ പരാതി, ഭരിക്കാൻ ഏൽപ്പിച്ചവനോടാണ് നമ്മുടെ പരാതി. ആരാണ് ഭരിക്കാൻ ഏൽപ്പിച്ചത്? പറയണം. ഇന്ത്യ ഭരിക്കാൻ നരേന്ദ്രമോദി ഏൽപ്പിച്ചത് അള്ളാഹുവാണ്. അമേരിക്ക ഭരിക്കാൻ ട്രംപിനെ ഏൽപ്പിച്ചത് അള്ളാഹുവാണ്. സൗദി ഭരിക്കാൻ സൽമാൻ രാജാവിനെ ഏൽപ്പിച്ചത് അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ ജീവിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് പരാതി അള്ളാഹുവിനോടാണ്. അതുകൊണ്ടാ ദുആ ചെയ്യാൻ പറഞ്ഞത്, റബ്ബനാ ലാ തുസല്ലിത് അലൈനാ മൻ ലാ യഖാഫുക വലാ യർഹമുനാ. ഞങ്ങളോട് കൃപ കാണിക്കാത്ത, ഞങ്ങളോട് ദയ കാണിക്കാത്ത ആൾക്കൂട്ടത്തിന്റെ കയ്യിൽ ഭരണത്തെ നീ ഏൽപ്പിക്കല്ലേ എന്ന് ദുആ ചെയ്യാൻ പറഞ്ഞത് വെറുതെയാണോ? അതെല്ലാം പുരാണങ്ങള്. ഇങ്ങനെ അള്ളാന്റെ ഏർപ്പാടെന്ന് പറഞ്ഞാൽ മീസാൻ കല്ല്, കബറ്, മുങ്കർ നക്കീർ, ദണ്ട്, അടി,
സിറാത്ത് മുസ്തഖീം, തുലാസ്, അങ്ങനെ ജന്നത്ത്, ജഹൻ, അതൊക്കെ അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ടത്, ബാക്കിയെല്ലാം നമ്മളുമായിട്ട് ബന്ധപ്പെട്ടത് എന്ന് വിശ്വസിച്ച പിന്നെ ഇതിന് എന്ത് കാര്യം നടക്കുക? അതാണല്ലോ മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും വലിയ ദുരിതം. ഇന്ന് മുഅ്മിനീങ്ങൾ ഭൂമിയിൽ ഏൽക്കുന്ന ദുരന്തത്തിന്റെ കാരണം അവർ ഷഹാദത്തിൽ ഖിയാനത്ത് കാണിച്ചു എന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദത്തിൽ അതികഠിനമായ നന്ദികേട് കാണിച്ചു, വഞ്ചന, ഖിയാനത്ത് കാണിച്ചു. അള്ളാഹു തആലക്ക് കരാറ് കൊടുത്തത് ഞാൻ സകല കാര്യത്തിലും അള്ളാഹുവിനെ ഇടപെടിപ്പിച്ചോളാം എന്നാണ്. പക്ഷെ ഭൗതികമായ വിഷയം വന്നപ്പോൾ അള്ളാഹുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് അസ്ബാബുകൾ ഇടപെടിപ്പിച്ചവരാണ് നാം മുസ്ലിമീങ്ങൾ. അതുകൊണ്ട് തന്നെ ദുനിയാവിൽ ദുരിതം അനുഭവിക്കേണ്ടി വരും മുസ്ലിമീങ്ങൾ തന്നെയാണ്. കാരണം ക്രിസ്ത്യാനികൾ ഷഹാദത്തിലല്ല. ആണോ? അള്ളാഹുവായിട്ട് കരാറിലാണോ ക്രിസ്ത്യാനികൾ? ഇവിടുത്തെ ഹിന്ദു മതക്കാർ അള്ളാഹുവായിട്ട് കരാറിലാണോ? ഹിന്ദു മതക്കാരന്റെ അമ്പലത്തിൽ വെച്ച് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാറുണ്ടോ? ക്രിസ്ത്യാനികളെ ചർച്ചിൽ വെച്ച് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാറുണ്ടോ? എന്ന് വെച്ചാൽ അവർ അള്ളാഹുവായിട്ട് കരാറിലല്ല എന്നതിന്റെ അർത്ഥം. നേരെ മറിച്ച് മുസ്ലിമീങ്ങൾ അങ്ങനെയല്ല. ഫലസ്തീൻ തൊട്ട് ചൂരി വരെയുള്ള 350 കോടി മുസ്ലിം ഉമ്മ അള്ളാഹ്ക്ക് കരാർ കൊടുത്തവരാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു, ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ് അല്ലാഹുവേ, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീയല്ലാതെ വേറൊരാരും എനിക്കില്ല എന്നത് ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്. തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നെഞ്ചത്ത് കൈവച്ചിട്ട് ചോദിക്കും, തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്റെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഞാൻ അള്ളാഹുവിനെ മാത്രമേ ഇടപെടിപ്പിക്കുകയുള്ളൂ. അള്ളാഹു അല്ലാത്ത ഒന്നിനെയും ഇടപെടിപ്പിക്കുന്ന പ്രശ്നമില്ല. അശ്ഹദു, അത് ജീവിച്ച് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. അതിനല്ലേ അല്ലാഹു തആല ജീവിതവും മരണവും തന്നത് തെളിയിക്കാൻ. ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഷഹാദത്ത് ആരൊക്കെ പാലിക്കുന്നുണ്ടെന്ന് പരീക്ഷിക്കാനുള്ളതാണ് ഭൂമി. എന്നിട്ട് നമ്മൾ എന്താ ചെയ്തത്? വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വഅശ്ഹദു, ഇനിയും തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്, ഇനിയും തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. അന്ന മുഹമ്മദ, അബ്ദുല്ലാന്റെ മോൻ മുഹമ്മദ്, ആമിനയുടെ മോൻ മുഹമ്മദ്, അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടി മുഹമ്മദ്, ഖുറൈശി തറവാട്ടിലെ പെൺതിരി മുഹമ്മദ്, ഇബ്രാഹിമിന്റെ പേരക്കുട്ടി മുഹമ്മദ് അലൈഹിമുസ്സലാത്തു വസ്സലാം. ആ മുഹമ്മദ് അള്ളാന്റെ റസൂലാണ്. അത് ജീവിച്ച് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. അതല്ലേ ഷഹാദത്തിന്റെ മൈന? വഅശ്ഹദു, ഇനിയും ഞാൻ ജീവിച്ച് തെളിയിക്കും. എന്ത് തെളിയിക്കും? ഞാൻ മുഹമ്മദ് അള്ളാന്റെ റസൂലാണെന്ന് തെളിയിക്കും. അല്ലേ? ഉമ്മത്തിന്റെ മുഖം തിളകി നോക്കിയാൽ അറിയാം എത്രത്തോളം തെളിയിച്ചിട്ടുണ്ട് എന്ന്. ബാക്കിയുള്ള പിന്നെയല്ലേ. രാവിലെ മുതൽ വൈകുന്നേരം വരെ 24 മണിക്കൂർ നേരത്തേക്കല്ല ഹയാത്തും അല്ലാഹു തആല അനുബന്ധമായി മൗത്തും തന്നത്. ആ 24 മണിക്കൂർ സമയത്തെ മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് കൊടുത്ത ഷഹാദത്ത് അനുസരിച്ചായിരിക്കണമെന്ന് കരാർ അല്ലാഹു നാം കൊടുത്തതല്ലേ? നാം ലംഘിച്ചില്ലേ ആ കരാറ്? മുഹമ്മദ് റിസാലത്തിനെ പരിഗണിച്ചുകൊണ്ടാണോ നാം ഈമാനുകൾ കൈകാര്യം ചെയ്തത്? മുഹമ്മദുർ റസൂലുള്ളാഹി പരിഗണിച്ചുകൊണ്ടാണോ അഅമാലുകൾ കൈകാര്യം ചെയ്തത്? മുഹമ്മദുർ റസൂലുള്ളാഹി പരിഗണിച്ചുകൊണ്ടാണോ മുആശറാത്ത് കുടുംബകാര്യങ്ങൾ കൈകാര്യം ചെയ്തത്? മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് കൊടുത്ത ഷഹാദത്ത് അനുസരിച്ചാണോ മുആമലാത്ത് കച്ചവടം കൊടുക്കൽ വാങ്ങലുകൾ കൈകാര്യം ചെയ്തത്? ഈ വിഷയത്തിൽ മുഴുവനും നാം രണ്ടാം ഷഹാദത്ത് ലംഘിച്ചവരല്ലേ? മുസ്ലിം ഉമ്മ പുനർചിന്തനത്തിന് തയ്യാറാകണം. എന്നിട്ട് മതി മുസ്ലിം പ്രശ്നങ്ങളെ പറ്റിയുള്ള ചർച്ച. എന്താണ് മുസ്ലിം പ്രശ്നം? സകല മുസ്ലിം പ്രശ്നം, മുസ്ലിം പ്രശ്നം, ഭയങ്കര ബേജാറുണ്ടോ, ഭയങ്കര പ്രശ്നം, ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കരമായിട്ട് എന്താ ബുദ്ധിമുട്ട്? എന്താ മുസ്ലിങ്ങൾക്ക് ബുദ്ധിമുട്ട്? ഞാൻ ചോദിക്കട്ടെ, 4 കാര്യങ്ങളാണ് അടിസ്ഥാനപരമായി ബുദ്ധിമുട്ടിന്റെ നിദാനം ആധുനിക ലോകത്ത്. ഒന്ന് രാഷ്ട്രീയം, അല്ലേ? രാഷ്ട്രീയ ബുദ്ധിമുട്ടാണ് മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, 200 ചില രാജ്യങ്ങളിലെ ഭൂലോകത്ത് അതിൽ 30 രാജ്യങ്ങൾ മുസ്ലിമീങ്ങൾക്ക് മാത്രമുള്ളതല്ലേ? ഈ 30 രാജ്യങ്ങളിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് എന്ന ഹെഡിങ്ങിൽ ഭരണഘടന എഴുതിയ രാജ്യങ്ങൾ വേറെയില്ലേ? എന്താ രാഷ്ട്രീയ പ്രശ്നം മുസ്ലിമീങ്ങൾക്ക്? മറ്റേത് മതക്കാർക്കാണ് അത്രയും രാജ്യങ്ങളുള്ളത്? മതത്തിന്റെ അഡ്രസ്സിൽ, മതത്തിന്റെ അഡ്രസ്സിൽ വേറെ ഏത് രാജ്യക്കാർക്കാണ് അത്രയും രാജ്യങ്ങളുള്ളത്? ഇനി സാമ്പത്തികമാണോ പ്രശ്നം? കൂട്ടരെ, ഭൂമിന്റെ ഉള്ളതത്തുള്ള സകലത്തിന്റെയും ആധിപത്യം മുസ്ലിമീങ്ങളുടെ കയ്യിലല്ലേ? മിഡിൽ ഈസ്റ്റ് മുഴുവനും മുസ്ലിമീങ്ങളുടെ കയ്യിലല്ലേ? ഭൂമിന്റെ ഉള്ളതത്തുള്ള പെട്രോളും സ്വർണവും വെള്ളിയും അതേപോലെ തന്നെ പ്ലാറ്റിനവും ഡീസലും കംപ്ലീറ്റ് ആരുടെ ആധിപത്യത്തിലാണ്? മുസ്ലിമുകളുടെ ആധിപത്യത്തിലാണ്. പിന്നെന്തോ മുസ്ലിം പ്രശ്നം? ലോകാടിസ്ഥാനത്തിൽ സാമ്പത്തിക മുസ്ലിങ്ങൾക്ക് പ്രശ്നമാണോ? അത്രയും സാമ്പത്തിക ഭദ്രത മറ്റു മതക്കാർക്കുണ്ടോ? മതത്തിന്റെ അഡ്രസ് നോക്കിയാൽ. ഇനി സാമൂഹ്യമാണോ പ്രശ്നം?
സാമൂഹ്യ പ്രശ്നമാണോ? ഈ മുസ്ലിം ഉമ്മത്തിനെ പോലെ ഇത്രയും ജീവിതത്തിൽ അച്ചടക്കം പാലിക്കുന്ന ഒരു സമൂഹത്തെ ലോകത്ത് കാണിച്ചാൻ പറ്റുമോ? ഭൂലോകത്തുള്ള മുസ്ലിമീങ്ങളെ പോലെ ഇത്രയും സുന്ദരമായി ജീവിതത്തിൽ അച്ചടക്കം പാലിക്കുന്ന, ജീവിതത്തിന് ഒരു ഡിസിപ്ലിൻ നിലനിർത്തുന്ന ഒരു സമുദായത്തെ അവർ കാണിച്ചാൻ പറ്റുമോ? ഇത്രമാത്രം അച്ചടക്കമുള്ള ഒരു സമൂഹം ലോകത്ത് വേറെയുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളോട് സാധാരണ ചോദിക്കുന്ന ചോദ്യമാണ്. റമദാൻ മാസം 29 മാസം കണ്ടു. നാളെ പെരുന്നാളാണ് എന്ന് വേണ്ടപ്പെട്ടവർ പ്രഖ്യാപിച്ചു. രാത്രി 9-10 മണിയാവുമ്പോഴാണ് പ്രഖ്യാപനം വന്നത്. നാളെ പെരുന്നാളാണ്, ഈദുൽ ഫിത്തറാണ് അല്ലേ? കന്യാകുമാരി തൊട്ട് മംഗലാപുരം വരെ ലക്ഷക്കണക്കിന് വരുന്ന ടൺ അരി ഉള്ളവന്റെ പത്തായത്തിൽ നിന്നില്ലാത്തവന്റെ അടുക്കളയിൽ എത്തിയില്ലേ? നേരം വെളുക്കുമ്പോഴേക്ക് എത്തിയില്ലേ? ഫിത്ർ സക്കാത്ത് എത്തിയില്ലേ? ചില്ലറയാണോ? ലക്ഷക്കണക്കിന് ടൺ അരിയല്ലേ ഉള്ളവന്റെ പത്തായത്തിൽ നിന്നില്ലാത്തവന്റെ കീശയിലെത്തിയത്, ഇല്ലാത്തവന്റെ അടുക്കളയിലെത്തിയത്? എല്ലാവരും കിടന്നുറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്ക് സംഗതി തീർന്നില്ലേ? ഇത്രമാത്രം ജീവിതത്തിൽ അടുക്കും ചിട്ടയും പാലിക്കാൻ ഈ സമുദായത്തെ കൊണ്ടല്ല, അത് ലോകത്താരെ കൊണ്ടാണ് പറ്റുക? ആരെ കൊണ്ടാ പറ്റിയത് ഇതുവരെ? എന്താ ചിന്തിക്കാത്തത്? എന്റെ ഗൗരവം ചിന്തിക്കാത്ത എന്താ? പട്ടാളം പോലീസും വൾണ്ടർമാരും തന്നിട്ടാണോ ഫിത്ർ സക്കാത്തിന്റെ വിതരണം നടന്നത്? എല്ലാം സ്വന്തം അതിൻ്റെതായ അച്ചടക്കത്തോടെ കാര്യങ്ങൾ പൂർത്തിയാക്കിയില്ലേ നേരം വിളിക്കുമ്പോഴേക്ക്? ഈ സമുദായത്തെ കൊണ്ടല്ലാതെ വേറെ ആരെ കൊണ്ടാണ്? എന്നിട്ടും സമുദായം കുറ്റക്കാരൻ. പത്രം വായിച്ചാലും മാധ്യമങ്ങളോട് നോക്കി ശരിയാണ് സഹോദരങ്ങളെ, ശരിയാണ്. മാധ്യമങ്ങളെ കുറ്റം പറഞ്ഞിട്ട് രക്ഷപ്പെടരുത്, ഫാസിസ്റ്റുകളെ കുറ്റം പറഞ്ഞിട്ട് രക്ഷപ്പെടരുത്. ഇവിടുത്തെ ലോക മാധ്യമങ്ങൾക്കൊരു പൊതു അറിവുണ്ട്. എന്താണെന്നറിയുമോ? അത് ഭൂലോകത്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ അലക്കിത്തേച്ച വെള്ള നിറത്തിലുള്ള വസ്ത്രം പോലെയാണ്. അലക്കിത്തേച്ച വെള്ള വസ്ത്രത്തിൽ ഒരു കറുത്ത പുള്ളി കണ്ടാൽ അത് പെട്ടെന്ന് ആർക്കും കണ്ണട വെക്കാതെ കാണാം. കണ്ടൂടെ? എന്റെ കുപ്പായത്തിൽ ഒരു ചെറിയൊരു കളർ ഉണ്ടെങ്കിൽ നിങ്ങൾ മുഴുവൻ ആളും കാണൂല. നേരെ മറിച്ച് വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഒരു ഫീച്ചറുടെ കുപ്പായത്തിൽ ഒരു കുപ്പി മനുഷ്യ ചോദിച്ചാൽ ആരെങ്കിലും കാണോ? ആരെങ്കിലും? ആരും കാണില്ല. മുസ്ലിം ഉമ്മ അലക്കിത്തേച്ച വസ്ത്രത്തിന് തുല്യമാണ്. അവന്റെ വസ്ത്രം വെളുത്ത വെളുത്ത വസ്ത്രമാണ്. ആ വസ്ത്രത്തിൽ ഒരു കറുത്ത പുള്ളി കണ്ടാൽ ലോകം കാണും. അതെ, മുസ്ലിം ഉമ്മത്തിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും അറബി ഭാഷയിൽ പേരുള്ള ഒസാൻ 6ാമത്തെ വയസ്സിൽ മുറിച്ചു കളഞ്ഞ കാവ്യാരംഗത്തുക പറഞ്ഞു കൊടുങ്കയത്തിലേക്ക് കയറ്റിവിട്ട ഒരു മുസ്ലിം എന്ന് പറയുന്നവന്റെ ജീവിതത്തിൽ ഒരു കറുത്ത പുള്ളി വന്നാൽ അത് ലോകത്തിന്റെ ക്യാമറകൾ കാണും, മാധ്യമങ്ങൾ കാണും, ടിവിയും പത്രവും കാണും. അവരത് സംപ്രേഷണം ചെയ്യും. ആരാണ് കുറ്റക്കാര്? പത്രക്കാരോ? നാം നമ്മുടെ അഡ്രസ് നിർത്തണം. മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു തആല അനുവദിച്ചു തന്ന അഡ്രസ്സും ഇസ്സത്തും നിലനിർത്താൻ നമ്മൾ തയ്യാറാകണം. അതാണ് വിഷയം. നിലത മടക്കി കുത്തിയിട്ട് ചലോ തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. അതേ അവസരത്തിൽ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഒരു ഫിറ്ററുടെ കുപ്പായത്തിൽ ഒരു കുപ്പി മനുഷ്യ അങ്ങനെ തന്നെ ആരെങ്കിലും വഹിച്ചാൽ ഏതെങ്കിലും ക്യാമറക്കാർ അത് കാണും. ആരെങ്കിലും ചോദിക്കും എന്റെ കുപ്പായത്തിൽ എന്തോടെ കറങ്ങണമെന്നും? ഫിറ്റർ കുപ്പായത്തിൽ കറയല്ലേ ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് നിന്റെ കുപ്പായത്തിൽ ആ കറ ഉണ്ടാകാൻ പാടില്ല. അതാണ് പ്രശ്നമെന്ന് നാം മനസ്സിലാക്കണം. എന്നിട്ട് എല്ലാവരും കുറ്റം ചെയ്യുന്നവനെല്ലാം കുറ്റം പറയുന്ന കുറ്റം പറയുന്നവനെ അങ്ങനെ കുറ്റം പറയുന്നവൻ കുറ്റക്കാരനാണ്. വെളുത്ത വസ്ത്രത്തിൽ കണ്ട കറുത്ത പുള്ളി കാണുന്നത് കൊണ്ടല്ലേ പെട്ടെന്ന് പ്രശ്നം പുറത്തു വന്നത്. വീട്ടിൽ പുറത്തു പോയിക്കണവനെ പറ്റി ആരും നോക്കാൻ, ആര് ശ്രദ്ധിക്കാൻ, ആര് ചിന്തിക്കാൻ? ഒരു ക്യാമറയും അതിന്റെ പിന്നിലില്ല, ഒരു പത്രക്കാരനും അവന്റെ പിന്നിലില്ല, ഒരു വാർത്താ മാധ്യമക്കാരൻ അവന്റെ പിന്നിലില്ല. അതേ അവസരത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ പിന്നാലെ. കാരണം ലോകത്തിനൊരു പൊതു അറിവുണ്ട്. മുസ്ലിം എന്ന് പറഞ്ഞാൽ അവൻ പരിശുദ്ധനും സർവസമ്മതനും ആകണം എന്നൊരു നിർബന്ധം ലോകത്തിലുണ്ട്. കാരണം ഇസ്ലാമിനെ പറ്റി അങ്ങനെയാണ് ലോകം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് തിരിഞ്ഞിട്ടില്ലെങ്കിൽ ഇതാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ ലോകത്ത് ഇത്രമാത്രം അച്ചടക്കം മൊത്തത്തിൽ നിലനിർത്തുന്ന ഒരു സമൂഹത്തെ ലോകത്ത് കാണാൻ കഴിയില്ല. വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം ബാങ്ക് വിളിച്ചാൽ നിങ്ങൾ അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് അള്ളാഹിനെ ഓർക്കാൻ പോകണം. വിളി വന്നു, ദേ വന്നില്ലേ ആൾക്കാർ. എത്ര അച്ചടക്കത്തിലാണ്. ആരെങ്കിലും വൾണ്ടർമാരെങ്ങാനും വടിയും കൊണ്ട് ഇരുത്തതാണോ ഈ സഫുകളൊക്കെ? ആണോ? വണ്ടി കുപ്പായും കോട്ടലിട്ടിട്ട് നേരെ ഇരിക്കുന്നതിട്ട് ഓരോരുത്തർ കയറ്റിയിരുത്തതാണോ? അല്ല, ഓരോരുത്തർ വരുന്നു, സർഫിലിരിക്കുന്നു. ഇത്ര സുന്ദരമായ ഒരു അച്ചടക്കം ഈ സമുദായത്തിനല്ലാതെ ലോകത്താരെ കൊണ്ടുപറ്റും? നമ്മൾ 10, 50, 100 എല്ലാം കാണേണ്ടത്.
ഒരു 4-5 ലക്ഷം ആൾക്കാർ വരുന്ന ഒരു സമ്മേളനം നിങ്ങൾ ആലോചിച്ച് നോക്കി. ഉച്ചക്ക് 1 മണിക്ക് 100 ബാങ്ക് വിളിച്ചു സമ്മേളന പന്തലിൽ. ബാങ്ക് വിളിക്കേണ്ട താമസം. അനൗൺസർ പറഞ്ഞു 1:15 നിസ്കാരം നടക്കും, പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് വരണമെന്ന്. ഈ 5 ലക്ഷം പേരും പന്തലിൽ നിന്ന് ബഹറിറങ്ങും പോലെയല്ലേ ഇറങ്ങിയത്? 10 മിനിറ്റ് മണിക്കൂർ കൊണ്ട് ഈ 5 ലക്ഷം പേരും ഉണ്ടാക്കി ഒന്നിക്ക് പരിസരത്തൊന്ന് കാർക്കിച്ച് നോക്കണം, അല്ലെങ്കിൽ പരിസരത്ത് പോയിട്ടൊന്ന് മൂത്രമൊഴിക്കണം, അല്ലെങ്കിൽ പരിസരത്തൊന്ന് കാഷ്ടിക്കണം. കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഈ 5 ലക്ഷം കൂടുന്ന പന്തലിൽ? മുസ്ലിം ഉമ്മ പരമപരിശുദ്ധനാണ് അവൻ. എന്നിട്ട് മുസ്ലിം ഉമ്മത്തിന്റെ കുറ്റം കാണാനാ ഉള്ളകത്തുള്ളവരാണ്. മുസ്ലിം ഉമ്മത്തിന്റെ ഉള്ളകത്തുള്ളവര് ക്യാമറ എടുത്ത് നടക്കുന്നത് മുസ്ലിം ഉമ്മത്തിന്റെ കുറ്റം കാണാനാണ്. എന്താണ് ഈ മുസ്ലിം ഉമ്മത്ത് ചെയ്ത തെറ്റ്? ഒരു സമുദായം എന്ന നിലക്ക് എന്താണ് സമുദായം ചെയ്ത തെറ്റ്? ഇത്രമാത്രം അച്ചടക്കം ശുദ്ധവും നിലനിർത്തുന്ന സമൂഹം വേറെ ആരുണ്ട്? എല്ലാവർക്കും പ്രശ്നം അതല്ലേ. വസ്ത്രവിധാനത്തിന്റെ കാര്യത്തിൽ എല്ലാവർക്കും പ്രശ്നം മുസ്ലിം വസ്ത്രധാരം. വൃത്തിയുടെ കാര്യത്തിൽ എല്ലാവർക്കും പ്രശ്നം മുസ്ലിം വൃത്തി. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ആവുമ്പോൾ നിങ്ങളും അങ്ങനെ ആവാൻ പാടില്ല, അങ്ങനെ തന്നെ ആവണം, ഇങ്ങനെ ആവാൻ പാടില്ല. അതുകൊണ്ടാണല്ലോ ഇതെല്ലാം പ്രശ്നം. മുസ്ലിം സ്ത്രീകൾ നേരെ ചൊവ്വേ വസ്ത്രം ധരിച്ച് നടന്ന പ്രശ്നം. മുസ്ലിമീങ്ങൾ കുളിച്ച് വൃത്തിയാക്കി അത്തരം പൂശി നടന്ന പ്രശ്നം. മുസ്ലിം ചെറുപ്പക്കാര് കുട്ടികളും ആൺകുട്ടികളും പെൺകുട്ടികളും അച്ചടക്കത്തോടെ ജീവിക്കുന്നതാണ് പ്രശ്നം. എന്താ കാര്യം? ഞങ്ങൾ ഇങ്ങനെ, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ആവാൻ പാടില്ല, ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങളും ആവണം. അതുകൊണ്ടാണല്ലോ പ്രശ്നം. അല്ലെങ്കിൽ ഏതോ പ്രശ്നം ആർക്കും വേണ്ടാത്തോണ്ടാണല്ലോ. ഇപ്പൊ അല്ലല്ലോ, ഏതൊരു കള്ളുകൂടിയനും അവൻ ഉസ്താദ്മാരെ കണ്ട എന്താ പറയാ? ഉസ്താദെ ഞാനോ ഇങ്ങനെയായി, എന്റെ മക്കളെങ്ങനെ ആവരുത് എന്നല്ലേ പറയുള്ളൂ. ഞാനിങ്ങനെയായി, എന്റെ മക്കളും ഇങ്ങനെ ആവണമെന്ന് പോയിട്ട് ആരെങ്കിലും വാങ്ങിയിട്ട് TC വാങ്ങിയിട്ട് പോകാറുണ്ട്. ഏതെങ്കിലും വാക്കോ മക്കളെ. എന്താ കാര്യം? അവൻ ആഗ്രഹിക്കുന്നത്, കള്ളനും ആഗ്രഹിക്കുന്നത് എന്റെ മക്കളും ഭാര്യയും കളക്കാൻ പാടില്ല എന്നാ. കള്ളുടിക്കുന്നവൻ ആഗ്രഹിക്കുന്നത് എന്റെ മക്കളും കള്ളുടിമാരാൻ പാടില്ല എന്നാ. നന്മയുടെ പിന്നെയാണ് ലോകരെ കൂട്ടം സമൂഹം. അത് തബഈയ മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ ഇൻസാനിയത്തിന്റെ തബഈ പ്രകൃതമാണ്. ഏത്? നന്മ ചെയ്യുക എന്നത്. അള്ളാഹു ആഗ്രഹിക്കുന്നത് മനുഷ്യൻ നന്മ ചെയ്യുന്നവനാകണമെന്നല്ല, നന്മ ചെയ്യുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദത്ത് അടിസ്ഥാനത്തിലായിരിക്കണമെന്നാണ്. അതാണ് വിഷയം. നന്മ ചെയ്യാൻ അല്ലാഹു തആല എല്ലാ സമുദായത്തിലും നന്മ ചെയ്യാൻ തൗഫീഖ് നൽകിയിട്ടുണ്ട്. ക്രിസ്ത്യാനികൾ നന്മ ചെയ്യുന്നവരാണ്, ഹിന്ദുക്കൾ നന്മ ചെയ്യുന്നവരാണ്, കമ്മ്യൂണിസ്റ്റുകൾ നന്മ ചെയ്യുന്നവരാണ്, സയനിസ്റ്റുകൾ നന്മ ചെയ്യുന്നവരാണ്, സെക്യുലറിസ്റ്റുകൾ നന്മ ചെയ്യുന്നവരാണ്, ലോകത്ത് നന്മയുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, അത്യാവശ്യമൊക്കെ ആവതനുസരിച്ച് ചെയ്യുന്നവരാണ്. ഭരണകൂടം ഭരണം ഉപയോഗിച്ച്, പ്രജകൾ പ്രജത്വം ഉപയോഗിച്ച്, സമ്പന്നൻ സമ്പത്ത് ഉപയോഗിച്ച്, ആരോഗ്യമുള്ളവൻ ആരോഗ്യം ഉപയോഗിച്ച്, വെള്ളപ്പൊക്കം വന്നാൽ ഹിന്ദു മതസ്ഥനും ഉള്ളും വെള്ളത്തിൽ ആരെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റുമോ നോക്കിയിട്ട്, ക്രിസ്ത്യാനിയും തുള്ളും വെള്ളത്തിൽ ആരെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റുമോ നോക്കിയിട്ട്, മുസ്ലിമും തുള്ളും വെള്ളത്തിൽ, കമ്മ്യൂണിസ്റ്റുകാരും തുള്ളും വെള്ളത്തിൽ ആരെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റുമോ നോക്കിയിട്ട്. കാരണം എന്താ? അവന്റെ ഇൻസാനിയത്തിൽ നന്മയുടെ തബഈയത്തോട് അല്ലാഹു അങ്ങനെയാണ് അവനെ സൃഷ്ടിച്ചത്. അതേ സന്ദർഭത്തിൽ അല്ലാഹു തആല ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നീ നന്മ ഓൾറെഡി ചെയ്യും. അത് അല്ലാഹുക്കറിയാം. നീ ചെയ്യുന്ന നന്മ നീ അല്ലാഹു നൽകിയ കരാർ അനുസരിച്ചായിരിക്കണം. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂലോകത്ത് ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ ധാർമ്മികത്വം പ്രചരിപ്പിക്കുന്നതിനും മനസ്സിലാക്കി കൊടുക്കുന്നതിനും നബിമാരെ നിയോഗിച്ചു. നബിമാര് വരുന്ന കാലഘട്ടത്തിൽ ഭൂമിയിൽ ജീവിക്കുന്നത് മുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങൾക്ക് തർബിയത്ത് കൊടുക്കുക. എന്താണ് തർബിയത്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദയിൽ ഭിന്നിപ്പുണ്ടാകാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദയിൽ എന്തെങ്കിലും തരത്തിൽ ഡാമേജ് സംഭവിക്കാൻ പാടില്ല. അള്ളാഹുമായി നടത്തിയ ഈ കരാറ് ഒരു കാരണവശാലും ഡിസ്മിസ് ചെയ്യപ്പെടുകയോ സസ്പെൻഡ് ചെയ്യപ്പെടുകയോ പാടില്ല. മരിക്കുന്നത് വരെ ലൈവായി ഷഹാദത്ത് നിൽക്കണം. മരിക്കാൻ നേരത്തെ ഈ കരാർ പത്രം അല്ലാഹുവിനെ ഏൽപ്പിക്കണം. ബർസഖിന്റെ ലോകത്തൊരു പുതിയ കരാർ പത്രവുമായിട്ട് യാത്ര ചെയ്യണം. ഇതൊക്കെയാണ് ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമേയം. ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമേയമാണ് പറഞ്ഞത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചുകൊണ്ട് പഠിപ്പിച്ചത്. ഈ കരാറിൽ ഏർപ്പെട്ട സമൂഹം പാപങ്ങളും തെറ്റുകുറ്റങ്ങളും ചെയ്ത് ഷഹാദത്തിന് പോർലേൽക്കുമെന്ന് കാണുമ്പോൾ അത് തിരുത്താൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല നബിമാരെ നിയോഗിക്കാറ്. അതുകൊണ്ടാണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ആള് നബി മാത്രമായത് റസൂലാകാതിരുന്നത്. എന്താ കാര്യം? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇബ്നു അബ്ബാസിൽ നിന്ന് നിവേദനം, ആദമിന്റെ 10 തലമുറ കുല്ലുഹും ഫി തൗഹീദ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കൾ 10 തലമുറ പ്യൂർ മുവഹിദുകളും മുഅ്മിനുകളുമായിരുന്നു. അതുകൊണ്ട് റസൂൽ വേണ്ടി വന്നില്ല.
അല്ലേ കാര്യം? അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് ആകാശത്തിൽ നിന്ന് നൽകിയ തർബിയത്ത് എന്താ? ഹിദായത്തിന്റെ പ്രബോധകനായി ഭൂമിയിൽ ജീവിക്കണം. അതുകൊണ്ട് ആദ്യത്തെ മനുഷ്യൻ നബിയായി. ഹിദായത്ത് പ്രബോധനം ചെയ്യാൻ അല്ലാഹു കൊടുത്ത ആയുധം എന്താണ്? അല്ലാഹു കൊടുത്ത ആയുധം അൽ ഈമാനു വൽ അഅ്മാൽ. സമൂഹത്തിന് ഈമാനും അഅ്മാലും പരിചയപ്പെടുത്തി കൊടുക്കണം. അതാണ് ഷഹാദത്ത് നിലനിർത്തി കൊണ്ടുപോകാൻ അമ്പിയാക്കൾക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന ഉപകരണം. ഭൂലോകത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് ഹിദായത്ത് കിട്ടുന്നതിന് നബിമാര് ചെയ്യുന്ന എന്താ? ഈമാനും അഅ്മാലും പ്രചരിപ്പിക്കുക. അതേ സന്ദർഭത്തിൽ ശൈത്താനെയും അല്ലാഹു തആല ആകാശ ലോകത്തിൽ വെച്ച് വളർത്തിയെടുത്തു. അവൻ ആവശ്യമായ ഇൽമുകൾ നൽകി. അവനെയും ആദമിനെ പോലെ മൽക്കളം വെച്ച് താമസിക്കാൻ സ്വർഗ്ഗം ഏർപ്പാടും നൽകി. അല്ലാഹു എന്താണെന്ന് നന്നായിട്ട് ഇബ്ലീസ് അറിഞ്ഞു, ശൈത്താൻ അറിഞ്ഞു. അവനിക്ക് അല്ലാഹു തആല ആവശ്യമുള്ള പരിശീലനം നൽകുന്ന കൂട്ടത്തിൽ എന്തൊക്കെ സംഭവിച്ചു നമുക്കറിയാലോ. സൂറത്തുൽ ബഖറയിലും സൂറത്തുൽ അറാഫിലും ഒക്കെ വിശദീകരിച്ചിരിക്കുകയല്ലേ ശൈത്താനും അല്ലാഹുവും തമ്മിലുള്ള സംവാദം. ആദമും അല്ലാഹും തമ്മിലുള്ള സംവാദം പോലൊരു സംവാദം ശൈത്താനും അല്ലാഹും തമ്മിൽ നടന്നിട്ടില്ലേ? അത് നമ്മൾ മറച്ചു വെക്കുന്നത്, അത് നമ്മൾ അറിയാതെ പോകുന്നത്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മറ്റാണ് സംവാദം ഒക്കെ. അത് മനുഷ്യനല്ലേ? മറ്റേതോ ഇന്ന ഹുക്കാനെന്ന് ജിന്നല്ലേ? അതൊക്കെ ഒരു സാങ്കല്പിക സൃഷ്ടിയല്ല, അല്ല, ഒരു യാഥാർത്ഥ്യ ഹക്കീക്കത്തുള്ള സൃഷ്ടിയാണ്. ആ ഹക്കീക്കത്തുള്ള സൃഷ്ടിയുടെ രണ്ട് തുടക്കക്കാരാണ്. ഒന്ന് ആദമും ഒന്ന് ശൈത്താൻ ഇബ്ലീസ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ബനു ആദം, ശൈത്താൻ ഇബ്ലീസ്. ജിന്ന് എന്ന് പറഞ്ഞാൽ ബനു ശൈത്താൻ, ബനു ഇബ്ലീസ്. രണ്ടും രണ്ട് വ്യക്തിത്വങ്ങളാണ്. കൃത്യമായ ഒരു വ്യക്തിത്വമാണ് രണ്ടാളും, ആദമും ഇബ്ലീസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിനെ പറഞ്ഞയക്കുന്ന അന്ന് തന്നെയല്ലേ ദുനിയാവിലേക്ക് ശൈത്താനെയും പറഞ്ഞയച്ചത് അല്ലേ? അതോ ശൈത്താൻ ഒളിഞ്ഞിട്ട് പാസ്പോർട്ടൊന്നും ഇല്ലാണ്ട് വേറെ വയ്ക്ക് വന്നതാണോ? ഔദ്യോഗികമായിട്ട് വന്നതാ, അറിവോടുകൂടി വന്നതാ, അള്ളാഹിച്ചിട്ട് വന്നതാ. അല്ലാഹു തആല പറഞ്ഞില്ലേ ഉഖ്റുജ് മിൻഹാ, അവിടെ പുറത്തിറങ്ങി. എന്താ പറഞ്ഞത് ഖുർആൻ? ആദമോട് എന്താ പറഞ്ഞത്? ഇഹ്ബിതു ഫിൽ അർദ്, പൊയ്ക്കോ ഭൂമിയിലേക്ക്. ശൈത്താനോട് എന്താ പറഞ്ഞത്? ഉഖ്റുജ് മിൻഹാ, അവിടെ പുറത്ത്. കുറച്ച് സാരം പഠിപ്പിച്ചിട്ടാ പറഞ്ഞത്. എന്തുകൊണ്ടാണ്? കുഫർ അല്ലാഹ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് കുഫറിന്റെ പ്രബോധകനെ അല്ലാഹ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് കടുപ്പിച്ചു പറഞ്ഞു. ശൈത്താൻ ഭൂമിയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ അല്ലാഹു രണ്ടായുധവും കൊടുത്തിട്ടല്ലേ അയച്ചത്? ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ പ്രവാചകന്മാര് ഹിദായത്ത് പ്രചരിപ്പിക്കുമ്പോൾ ആ ഹിദായത്തിന്റെ സൗഭാഗ്യം ലഭിച്ചവരെ ഞാൻ എന്റെ പാർട്ടിയിൽ ചേർക്കുമെന്ന് അല്ലാഹുവോട് ഉറപ്പ് നൽകിയിട്ടല്ലേ അവരിങ്ങോട്ട് വന്നത്. ആ ഉറപ്പ് പാലിക്കാൻ അല്ലാഹു തആല അവസരം നൽകാമെന്ന് ഏറ്റിട്ടോ ഇല്ലേ? ഇല്ലേ? ആകാശത്ത് ചർച്ച നടന്നിട്ടില്ലേ? ആ ജോലി മൂപ്പരെടുക്കും. എങ്ങനെ ജോലി ചെയ്യും? അല്ലാഹു കൊടുക്കുന്ന ഉപകരണം കൊണ്ടല്ലേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. ശൈത്താന് സ്വന്തമായിട്ട് ഉപകരണം ഉണ്ടാക്കാൻ പറ്റുമോ? അസ്ബാബിന്റെ വല്ല മിൽക്കിയത്തും ശൈത്താനുണ്ടോ? അസ്ബാബിന്റെ ഖാലിഖിയത്ത് ശൈത്താനുണ്ടോ? അസ്ബാബ് നിർമ്മിക്കാനുള്ള താക്കത്ത് ശൈത്താൻ ഏകപക്ഷീയമായി ഉണ്ടോ? അസ്ബാബ് നിയന്ത്രിക്കാനുള്ള താക്കത്ത് ശൈത്താൻ ഏകപക്ഷീയമായി ഉണ്ടോ? എല്ലാം അല്ലാഹു ചെയ്തു കൊടുക്കണ്ടേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ബാത്തിൽ പ്രബോധനം ചെയ്യാൻ, ദലാലത്ത് പ്രബോധനം ചെയ്യാൻ ശൈത്താന്റെ കയ്യിൽ ഏൽപ്പിച്ച രണ്ട് വജ്രായുധങ്ങളാണ് അൽ മാൽ വൽ മുൽക്ക്, അധികാരവും പണവും. അധികാരവും പണവും വല്ലാഹി അത് അല്ലാഹു തആല നബിമാരെ ഏൽപ്പിച്ചിട്ടില്ല. പരീക്ഷണാർത്ഥം ദാവൂദ് നബിക്കും സുലൈമാൻ നബിക്കും ഏൽപ്പിച്ചു. അത് നന്നായിട്ട് വേർക്കുകയും ചെയ്തു രണ്ടാളും. അല്ലേ? പരീക്ഷണാർത്ഥല്ലേ ബാബു മാലും മുൽക്കും പരീക്ഷണാർത്ഥമല്ലേ ദാവൂദ് നബിക്കും സുലൈമാൻ നബിക്കും ഏൽപ്പിച്ച? ചരിത്രത്തിൽ അവർ രണ്ടാളും അല്ലേ ഉള്ളൂ, വേറെ ആരുമില്ലല്ലോ. വേറെ മുഴുവൻ നബിമാരും കഞ്ഞി കാച്ചി കുടിക്കാൻ നിർത്തിയില്ലാത്തവരായിരുന്നില്ലേ? ഒരു സ്വന്തം വീട് പോലും ഇല്ലാത്തവരായിരുന്നില്ലേ? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമി ലോകം മുഴുവനും കറങ്ങാൻ വിധിക്കപ്പെട്ട പ്രവാചകനല്ലേ? മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തീഹ് മരുഭൂമിയിൽ മീൻപിടുത്തക്കാരായ ഇസ്രായേലിയും മത്സ്യത്തൊഴിലാളികളെയും കൂട്ടിയിട്ട് കറങ്ങാൻ വിധിക്കപ്പെട്ട പ്രവാചകനല്ലേ മൂസ നബി, ഹാറൂൻ നബിയും? ആരെങ്കിലും നേരെ ചൊവ്വേ കിടന്നുറങ്ങിയവരാണോ? ആരെങ്കിലും നേരെ ചൊവ്വേ നേരത്തെ ഭക്ഷണം കഴിച്ചവരാണോ? ദാവൂദ് നബിക്കും സുലൈമാൻ നബിക്കും കൊടുത്ത് എന്താണെന്നറിയോ? അതും സുലൈമാൻ നബി പറഞ്ഞിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? ലിയബ്ലുവനി അശ്കുറു അം അക്ഫുർ, ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് എന്നെ പരീക്ഷിക്കാൻ അല്ലാഹു ചെയ്ത ഏർപ്പാടാണത് എന്ന് പറഞ്ഞു സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഷണത്തിൽ നിന്ന് പണ്ഡിതന്മാര് മനസ്സിലാക്കി തന്നത് എന്താ? നാളെ ആഖിറത്തിൽ നബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും അവസാനമായി സ്വർഗത്തിലേക്ക് പോകുന്ന പ്രവാചകൻ സുലൈമാൻ നബിയാണ്. എന്തുകൊണ്ട്? സുലൈമാൻ നബിക്ക് അത്രമാത്രം കണക്ക് പറഞ്ഞു തീർക്കാനുണ്ട് അല്ലാഹുവോട്. ആദ്യമായി സ്വർഗത്തിൽ പോകുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട്? ഒരു ദീനാറിന്റെയും ദിർഹമിന്റെയും കണക്ക് ഹബീബായ മുത്തിന് അല്ലാഹുവോട് പറയാനില്ല. അതുകൊണ്ട്
അതുകൊണ്ട് നമ്മൾ വിചാരിച്ചെന്നറിയോ, സമ്പന്നന്മാര് തെറ്റെയ്തിട്ടാണ് പിന്നെ സ്വർഗത്തിൽ പോകാൻ താമസിക്കുന്നത്. നല്ല ഈ കംപ്ലീറ്റ് കണക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? ഒരു മനുഷ്യന്റെ 2 കാൽപാദങ്ങൾ നിന്റെ അടുത്തുനിന്ന് നീക്കി വെക്കാൻ കഴിയില്ല. 4 കാര്യങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നത് വരെ 4 കാര്യങ്ങളെ പറ്റി ചോദിക്കും, കൃത്യമായ മറുപടി കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരുത്തന്റെ ആയുഷ്കാലത്തെ സംബന്ധിച്ച് ചോദിക്കും. എത്ര വയസ്സ് ജീവിച്ചു? 60, 70, 80, 90, 100 എത്രയാവാം. ആ കാലം നീ എന്തിൽ ചെലവഴിച്ചു? ഇത്രയും കാലം നിനക്ക് ആയുസ് തന്നിട്ട് നീ എന്തിൽ ചെലവഴിച്ചു? ഓരോ മണിക്കൂറിന്റെയും കണക്കുകൾ കൊടുക്കണ്ടേ? അവന്റെ സമ്പത്തിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നത് വരെ എവിടെന്നാണ് ഈ സമ്പത്തൊക്കെ നീ ഉണ്ടാക്കിയത്? ഏത് കാര്യത്തിലാണ് നീ ഇതൊക്കെ ചെലവഴിച്ചത് എന്ന് പറയണ്ടേ? ഓരോ മാസത്തിൽ വാങ്ങുന്ന ശമ്പളം, ആ ശമ്പളം ചെലവഴിച്ചത് കൃത്യമായിട്ടുള്ള അവനോട് പറയണ്ടേ? എങ്കിൽ പിന്നെ ഒരു വലിയ കച്ചവടക്കാരൻ, അല്ലെങ്കിൽ വലിയൊരു ഫാക്ടറിക്കാരൻ, അല്ലെങ്കിൽ ഒരു വലിയ വ്യവസായി, എങ്കിൽ പിന്നെ സുലൈമാൻ നബി അലൈഹി വസല്ലമിന്റെ അവസ്ഥ. അന്ന് കടലിൽ നിന്ന് കയറി വന്ന മീൻ ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണത്തിന്റെ കണക്ക് തന്നെ സുലൈമാൻ നബി എത്ര കാലം പറയേണ്ടി വരും? ഒരു മീന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടില്ല സുലൈമാൻ നബി അള്ളാഹിനോട്. അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഒരു മീൻ കയറി വന്നിട്ട് തിന്ന് തീർത്തു. കംപ്ലീറ്റ് ഒറ്റൊരു മീൻ മുഴുവനും തിന്ന് തീർത്തു. ഒരു ദിവസത്തെ ഭക്ഷണം ജീവിതം കൊടുക്കാൻ എന്നെ ഏൽപ്പിക്കല്ലാഹു എന്നാ സുലൈമാൻ നബി അള്ളാഹിനോട് അപേക്ഷിച്ചത്. എന്നാൽ ശരി, അങ്ങനെ ആവട്ടെ. അങ്ങനെ ഒരു ഭക്ഷണം ഉണ്ടാക്കി വെച്ച് കടലിൽ നിന്ന് ഒരു സാധനം കയറി വന്നു. തിന്നാൻ തുടങ്ങി. കംപ്ലീറ്റ് തീർന്നു. ഇനി വല്ലതും ഉണ്ടോ? അപ്പൊ തന്നെ സുജൂദിന് മുകളിലെ സുലൈമാൻ നബി അലൈഹി വസല്ലം, നീ തന്നെയാണ് അല്ലാഹുവേ റസാഖ്, നീ തന്നെയാണ് അല്ലാഹുവേ ഞങ്ങൾ ആവശ്യം പൂർത്തിയാക്കി തരേണ്ടവൻ. ഒരു മത്സ്യത്തിന്റെ ആവശ്യം പൂർത്തിയാക്കാൻ താക്കത്ത് ആഗോള രാജാവായി എനിക്ക് സാധിക്കൂല അല്ലാഹുവേ. എങ്കിൽ എന്ത് പറയുന്നു കൂട്ടരെ നാം ദുനിയാവിനെ പറ്റിയും ദുനിയാവിന്റെ വസ്തുക്കളെ പറ്റി? وكم من فتى يصبح ويمسي ضاحكا واكفانه يسجن وانه لا يدري. എത്രയെത്ര ചെറുപ്പക്കാരികളുമാണ് ചിരിച്ച് കടിച്ച് മതിച്ച് പൊളച്ച് നേരം വെളുപ്പിക്കുന്നു, വൈകുന്നേരമാക്കുന്നു. അവന്റെ മയ്യത്ത് പൊതിയാനുള്ള കഫം പുടവ തൊട്ടടുത്ത തുണിക്കടയിലെ അലമാരക്കകത്ത് വിൽപ്പനക്കെത്തിയിട്ടുണ്ട് എന്നവൻ മനസ്സിലാക്കുന്നില്ല. അല്ലേ യാഥാർത്ഥ്യം? മക്കളെയും കൂട്ടിയിട്ട് പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ പോയതല്ലേ കടയിലേക്ക്? ഭാര്യയും മക്കളും എല്ലാവരും ഒന്നിച്ചു പോയി. നാളെ പെരുന്നാളാണ്, ആവശ്യമുള്ളത് മുഴുവനും എടുത്തു. ഉപ്പാക്ക് കൊടുത്തു, മക്കൾക്ക് കൊടുത്തു, ഭാര്യക്ക് കൊടുത്തു. എല്ലാവരും തിരിച്ചു വന്നു റാഹത്തായിട്ട്. മറ്റന്നാളെ രാവിലെ പെരുന്നാളാ, നാളെ മാസം കണ്ടാൽ. അങ്ങനെ പെരുന്നാളിന്റെ ദിവസം അങ്ങാടിയിൽ വെച്ച് കൊണ്ടുവന്ന വസ്ത്രമെല്ലാം എല്ലാവരും ധരിക്കണം, റാഹത്തായിട്ട് പെരുന്നാൾ ആഘോഷിക്കണം. പെരുന്നാൾ മാസം പിറവി കണ്ടെന്ന് രാത്രി എല്ലാവരും കിടന്നുറങ്ങി. നാളെ പെരുന്നാളാണ്. എല്ലാവരും വസ്ത്രം ധരിച്ച് ചിരിച്ച് കളിച്ച് പുളച്ച് പെരുന്നാൾ ആഘോഷിക്കണം. സുബഹിന്റെ സമയത്ത് ബാപ്പാന്റെ റൂം മുട്ടി വിളിച്ചപ്പോൾ ബാപ്പ മിണ്ടുന്നില്ല. ബാപ്പ ഉറങ്ങിയെടുത്ത് വിളിച്ചപ്പോൾ എഴുന്നേൽക്കുന്നില്ല. നോക്കിയപ്പോൾ ബാപ്പ മരിച്ചിരിക്കും. ആ ബാപ്പാനെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് കബറകത്തേക്ക് അയക്കണം. അമ്പാപ്പാന്റെ മയ്യത്ത് പൊതിയാനുള്ള തുണി വാങ്ങാൻ തൊട്ടടുത്ത കടയിലേക്കാണ് ആളെ അയച്ചത്. മിനിഞ്ഞാന്ന് പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി വാങ്ങിയ തുണിയോടൊപ്പം ആ ബാപ്പാന്റെ മയ്യത്ത് പൊതിയാനുള്ള കഫൻ തുണി ഉണ്ടായിരുന്നു അയാളുടെ മാറയിൽ. പക്ഷേ ആ വാങ്ങിയക്ക് മനസ്സിലായിട്ടില്ല, നമുക്കും മനസ്സിലായിട്ടില്ല. ഇതാണ് കാര്യം. ഇത്രേ കാര്യമുള്ളൂ. ദുനിയാവിനെ സംബന്ധിച്ച് അത്രയൊക്കെ ആലോചിക്കണ്ടുള്ളൂ. കൂടുതലൊന്നും ആലോചിച്ചിട്ട് തലമുണ്ടാക്കണ്ട. وكم من صحيح مات من غير علة وكم من سقيم مات عاش حينا من الدهر. ഇത്ര നല്ല വാചകങ്ങളാണ് മക്കൾ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. وكم من صحيح, എത്ര ആരോഗ്യവാന്മാരാണ്. മാത മിൻ ഗൈരി ഇല്ലത്തി, 25-30 വയസ്സുള്ള ചെറുപ്പക്കാരി എത്ര എണ്ണമാണ് ഒരു കാരണവുമില്ലാതെ മരിച്ച് ആഖിറത്തിലേക്ക് പോകുന്നത്. കാണുന്നില്ലേ നാം? എപ്പോഴും കാണില്ലേ? കാസർഗോഡുകാർക്ക് പുതിയ അറിവല്ലല്ലോ അത്.
പ്രായം ഇളം തലമുറ എത്ര എണ്ണമാണ് മരിച്ചു പോകുന്നത് മിൻ ഗൈരി ഇല്ലത്തി, ഒരു കാരണവുമില്ലാതെ. വകം മിൻ സഖീമിൻ ആശ ഹീനം മിൻ അദ്ദഹരി, എത്രയെത്ര രോഗികളാ, എത്രയെത്ര പ്രായമുള്ള വയസ്സുള്ളവരാ, ഒന്നും മരിച്ചാൽ തരക്കേടില്ലായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നവർ. ആശ ഹീനം മിൻ അദ്ദഹരി, ഒരുപാട് കാലം പിന്നെയും ജീവിക്കാനുള്ള ധൃതിയിലാണവർ. ഒരു വിഷയമില്ല, അള്ളാഹ് മരിപ്പിക്കാണ്ട് മരിക്കാനും പറ്റില്ല. കളിയിലെ ദുനിയാവിൽ അമാ തറൈനൽ മനായ കൈഫ തൽഖുതുന ലുഖ്തം വതുൽഹിഖു ഉഖ്റാനം ബിഉലാന, മനസ്സിലാക്കാൻ ഇബ്രത്ത് നൽകുകയാണ് ഉമ്മത്തിന് ഉലമാക്കൾ. അമാ തറൈനൽ മനായ, മരണങ്ങളെ നാം കാണുന്നില്ല കൂട്ടരെ, മരണങ്ങളെ നാം ശ്രദ്ധിക്കുന്നില്ല കൂട്ടരെ. കൈഫ തൽഖുതുന, ഏത് രീതിയിലാണ് മരണം നമ്മളെ റാഞ്ചിക്കൊണ്ടുപോകുന്നത്. ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരെ എത്രയും പെട്ടെന്ന് ഖബറകത്തെത്തിക്കണമെന്ന നിർബന്ധം മരണത്തിനുള്ളതുപോലെ തോന്നുന്നില്ലേ സമൂഹത്തിന്റെ മരണത്തിന്റെ കുൽക്കൾ കണ്ടാൽ? എന്നിട്ടും നീ എന്നെ ചിന്തിക്കാത്തതെന്ന് ചോദിക്കുന്നു നമ്മളോട്. പരിശുദ്ധ ദീനിന്റെ കായികകൾ, അധികാരവും പണവും ഉപയോഗിച്ച് സമൂഹത്തിന് വലാലത്തുണ്ടാക്കാൻ ശൈത്താനെ ഏൽപ്പിച്ച ഉപകരണം ഖുബൂറുസ്സാലിഹീൻ, മരിച്ചുപോയ മഹാന്മാരുടെ ഖബറുകളാണ്. ശിർക്കിന്റെ അടിസ്ഥാനം ജാറങ്ങളാണ്. വല്ലാഹി, അമ്പലങ്ങളോ ചർച്ചുകളോ ശിർക്കിന്റെ അടിസ്ഥാന കേന്ദ്രങ്ങളല്ല, അത് അനുബന്ധ കേന്ദ്രങ്ങൾ മാത്രമാണ്. ചർച്ചകൾ ഉണ്ടായത് മുസ്ലിമീങ്ങൾ ഉണ്ടാക്കിയ ജാറങ്ങളെ അനുബന്ധമാക്കിയിട്ടാണ്. അതേപോലെ അമ്പലങ്ങൾ ഉണ്ടായത് മുസ്ലിം ഉമ്മത്ത് കൈകാര്യം ചെയ്യുന്ന ജാതങ്ങളെ അനുബന്ധമാക്കിയിട്ടാണ്. ഇവിടെ ശിർക്കുണ്ടാക്കാൻ അല്ലാഹു തആല ശൈത്താനെ ഏൽപ്പിച്ചത് ഖബറുകളാണ്. അടിസ്ഥാനപരമായി അതിന്റെ ക്യാപിറ്റൽ, വർക്കിംഗ് ക്യാപിറ്റൽ പറഞ്ഞില്ല കച്ചവടക്കാര്, ശിർക്കിന്റെ ക്യാപിറ്റൽ മഹാന്മാരുടെ ഖബറുകളാണ്. അതിനാണ് നാം ആദ്യത്തെ റസൂലിന്റെ ചരിത്രത്തിലേക്ക് തിരിച്ചു പോകേണ്ടത്. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് തിരിച്ചു പോയാൽ ഇസ്ലാമിന്റെ 1-ാം അധ്യായം നമ്മൾ നന്നായി മനസ്സിരുത്തി ഒന്ന് പഠിച്ചാൽ നമുക്കതിന്റെ ഗുഡൻസ് മനസ്സിലാവും. ഇസ്ലാം 4 അധ്യായങ്ങളാണ്. ദീനുൽ ഇസ്ലാം 4 അധ്യായങ്ങളാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ട് നൂഹ് നബി വരെയുള്ള 1-ാം അധ്യായം, നൂഹ് നബി തൊട്ട് ഇബ്രാഹിം നബി വരെയുള്ള 2-ാം അധ്യായം, ഇബ്രാഹിം നബി തൊട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള 3-ാം അധ്യായം, മുഹമ്മദ് നബി തൊട്ട് ഖിയാമത്ത് നാൾ വരെയുള്ള 4-ാം അധ്യായം. അതുകൊണ്ട് എനിക്ക് പുതിയ നബി വേണ്ട, പുതിയ റസൂല് വേണ്ട. കാരണം എന്താ? 4-ാം അധ്യായം അവസാനിക്കുന്നതോടുകൂടി ദുനിയാവിന്റെ സംവിധാനം തീരും. അതുകൊണ്ട് മുഹമ്മദ് നബി അവസാനത്തെ നബിയാണ്, അവസാനത്തെ റസൂലാണ്. എന്തുകൊണ്ട്? റിട്ടയർഡ് ആയ പിന്നെ ആർക്കെങ്കിലും, റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമായിട്ട് പിന്നെ ഒരു കോളേജ് കൊടുക്കും. ആരെങ്കിലും ഗവൺമെന്റ് ദുനിയാവിലെവിടെയും ഉണ്ടോ? 55 വയസ്സിൽ റിട്ടയർഡ്, അവർക്കെല്ലാം കൂടി വേറൊരു കോളേജ് പഠിച്ച് പാസ്സായൊക്കെ വേറൊരു ജോലി. അങ്ങനെയുണ്ടോ? പെൻഷൻ വാങ്ങിയിട്ട് അല്ലാണ്ട് പരിഹരിക്കാന്നല്ലേ പെൻഷന്റെ സംവിധാനം? അതെ, വാർദ്ധക്യത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ പെൻഷൻ വാങ്ങിയിട്ട് പരിഹരിക്കലാണ്. പിന്നെ പുതിയ സംവിധാനങ്ങളൊന്നും ദുനിയാവിലില്ല. അതേപോലെ മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ പെൻഷൻ മുഹമ്മദി റിസാലത്താണ്. അതോടുകൂടി മനുഷ്യൻ പെൻഷനായി. ഇനി പുതിയ റിസാലത്തില്ല, പുതിയ നുബുവത്തില്ല, പുതിയ ശരീഅത്തില്ല, പുതിയ ഏർപ്പാടൊന്നുമില്ല. ആ മുഹമ്മദി ഏർപ്പാടുമായിട്ട് മുന്നോട്ട് പോയിക്കൊള്ളണം. കറക്റ്റല്ലേ കാര്യം? ഇതിൽ 1-ാം അധ്യായത്തിൽ എല്ലാം തുടങ്ങി വെച്ചു അല്ലാഹു തആല. മുഹമ്മദി കാലഘട്ടത്തിലെല്ലാം അവസാനിപ്പിച്ചു അല്ലാഹു തആല. 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളുടെ തുടർച്ചയാണ് 4-ാം അധ്യായത്തിൽ നമ്മൾ ചെയ്തു തീർക്കേണ്ടത്. അതിനാണ് ഉത്തരവാദിത്തം കൂടുതലുള്ളതും മുഹമ്മദി ഉമ്മത്തിന് പ്രതിഫലം കൂടുതലുള്ളതും. അതുകൊണ്ടല്ലേ മുഹമ്മദി ഉമ്മത്ത് പ്രത്യേകമായത്? കാര്യങ്ങൾ ഗൗരവത്തോടെ മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും ഭൂലോകത്തിന്റെ സത്യത്തിന്റെ ഷാഹിദുൽ ഹഖായി, സത്യത്തിന്റെ സാക്ഷികളായി നിലനിൽക്കാനും എനിക്കും നിങ്ങൾക്കും ഉമ്മത്തെ മുഹമ്മദിയാക്കും മുഴുവനും അല്ലാഹു നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അസീം. അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അസീമാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والصلاة والسلام على أشرف المخلوقين محمد وآله وصحبه أجمعين. عباد الله
ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിന്റെ മുഅ്മിനീങ്ങളായ മുഅ്മിനാത്തുകളായ അടിമകളെ, കാര്യങ്ങൾ ഗൗരവമുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ട് ഖിയാമത്ത് നാൾ വരെ ദീനുൽ ഇസ്ലാമിനെ പരിചയമില്ലാത്തൊരു സമൂഹത്തെയും ലോകത്ത് നിയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ദീനുൽ ഇസ്ലാമിന്റെ പാശ്ചാത്തലമുള്ളവരിലേക്കാണ് അല്ലാഹു തആല റസൂലുകളെ നിയോഗിച്ചത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റിസാലത്ത് അന്വേഷിച്ച് നോക്കി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ പ്രത്യേക മതക്കാരുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. പ്രത്യേക മതവും മതക്കാർക്ക് പ്രത്യേക അമ്പലമുണ്ടായിരുന്നോ? ചർച്ച ഉണ്ടായിരുന്നോ മക്കത്ത്? എല്ലാവർക്കും കൂടി ഒറ്റ പള്ളിയല്ലേ ഉള്ളു മക്കയില്? മുഹമ്മദ് നബിന്റെ പള്ളിയും മസ്ജിദുൽ ഹറാം, അബൂജഹലിന്റെ പള്ളിയും മസ്ജിദുൽ ഹറാം. അബൂജഹൽ നിസ്കരിച്ചുകൊണ്ടിരുന്നത് മസ്ജിദുൽ ഹറാമിൽ, മുഹമ്മദ് മുസ്തഫ തങ്ങൾ നിസ്കരിച്ചുകൊണ്ടിരുന്നത് മസ്ജിദുൽ ഹറാമിൽ. അബൂജഹൽ ഉത്ബത്ത് ഷൈബത്ത് ഇത്തികാഫ് ഇരുന്നത് മസ്ജിദുൽ ഹറാമിൽ, മുഹമ്മദ് മുസ്തഫ തങ്ങളെ ഇത്തികാഫ് ഇരുന്നത് മസ്ജിദുൽ ഹറാമിൽ. രണ്ടു കൂട്ടരും അനുവർത്തിച്ചത് ഇബ്രാഹിമി ശരീഅത്ത് അനുസരിച്ച്. അബൂജഹൽ ഹജ്ജ് ചെയ്തതും കഅബത്തിനടുത്തുനിന്ന്, മുഹമ്മദ് മുസ്തഫ ഹജ്ജ് ചെയ്തതും കഅബത്തിനടുത്തുനിന്ന്. അബൂജഹൽ തവാഫ് ചെയ്തത് കഅബത്തെ, അഷ്റഫുൽ ഖൽഖ് തവാഫ് ചെയ്തതും കഅബത്തെ. അബൂജഹൽ തവാഫ് ചെയ്യുമ്പോൾ ചൊല്ലിയ തൽബിയത്ത് അതേ തൽബിയത്താണ് മുഹമ്മദ് മുസ്തഫ തങ്ങളെ തൽച്ചാൽ. എങ്കിൽ പിന്നെ ഏതാ മതം? ഞാൻ ചോദിക്കുന്ന എന്റെ സമുദായത്തോട്, മുഹമ്മദ് മുസ്തഫ റസൂലായി വന്നത് ഏത് മതത്തിലേക്കാണ്? പാരമ്പര്യ മുസ്ലിമീങ്ങളിലേക്കാണ്. പലരും ഇവിടുത്തെ ശീലി പണ്ഡിതന്മാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അവരുടെ കാര്യലാഭത്തിന് വേണ്ടി ഇന്ത്യയിലെ ഹിന്ദുക്കളെ പോലത്തെ ഒരു സമൂഹത്തിലേക്കാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലായിട്ട് വന്നത് എന്ന്. വല്ലാഹി സുമ്മ വല്ലാഹി അല്ല, ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ പോലത്തെ ഒരു സമൂഹത്തിലേക്കാണ് റസൂലായിട്ട് വന്നത്. ഖുറൈശികൾ കൃത്യമായി നിസ്കരിക്കുന്നവരായിരുന്നു. അല്ലാഹ് നമസ്കാരത്തെ പറ്റി പറഞ്ഞു, മാകാന സ്വലാത്തുഹും ഇൻദൽ ബൈത്തി ഇല്ലാ മുകാഅം വ തസ്ദിയ. അബൂജഹൽ ഉത്ബത്ത് ശൈബത്തുമാരുടെ നിസ്കാരത്തെ പറ്റി അല്ലാഹു തആല പറഞ്ഞത്, ആ നിസ്കാരം വെറും കൈമുട്ടും പാട്ടും മാത്രമാണ്, ഒറിജിനൽ അല്ല എന്ന്. നിസ്കരിക്കാറുണ്ടായിരുന്നു, പക്ഷേ ശൈഖുനമാരും മൗലാനമാരും പഠിപ്പിച്ചു കൊടുത്തതനുസരിച്ച്, ഇബ്രാഹിം നബി പഠിപ്പിച്ചതനുസരിച്ചല്ല നിസ്കരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അബൂ താലിബിനെ പോലെയുള്ളവർ, വറഖത്ത് ബിൻ നൗഫലിനെ പോലെയുള്ളവർ ഇബ്രാഹിമി ശരീഅത്ത് അനുസരിച്ച് കൃത്യമായി ആയിരുന്നില്ലേ? എങ്കിൽ പിന്നെ മുഹമ്മദ് റിസാലത്ത് ആരിലേക്കാണ്? കഅബ ഷരീഫ് പരിപാലിക്കുന്ന പള്ളി കമ്മിറ്റി ആയിരുന്നില്ലേ അവർ? അന്നത്തെ കഅബ ഷരീഫിന്റെ പരിപാലന കമ്മിറ്റിയുടെ പ്രസിഡന്റ് അബൂജഹലായിരുന്നില്ലേ? സെക്രട്ടറി ഉത്ബത്തായിരുന്നില്ലേ? മാനേജിംഗ് കമ്മിറ്റി മെമ്പർമാരായിരുന്നില്ലേ ഷൈബത്തും അബൂബക്കറും? പള്ളിയുമായി ബന്ധപ്പെട്ട ഏർപ്പാടുകൾക്ക് യോഗം കൂടിയില്ല അവർ മസ്ജിദുൽ ഹറാമിൽ വെച്ച്. അള്ളാഹുവിന്റെ ഭവനം എന്ന നിലക്കല്ലേ മെയിൻ്റെനൻസ് നടത്തിയത്? അള്ളാഹുവിന്റെ ഭവനം എന്ന നിലക്കല്ലേ അത് പൈസ ചെലവാക്കിയത്? അതിനെപ്പറ്റിയല്ലേ അള്ളാഹു തആല ചോദിച്ചത്, ജഅൽതും സിഖായത്തൽ ഹജ്ജ് വ ഇമാറത്തൽ മസ്ജിദിൽ ഹറാം. നിങ്ങൾ പള്ളി കമ്മിറ്റിക്കാരാ, പള്ളി പരിപാലിക്കുന്നവരാ, ഹാജിമാർക്ക് സേവനം ചെയ്യുന്നവരാ, സോഷ്യൽ സർവീസ് നടത്തുന്നവരായിരുന്നില്ലേ മക്കത്തെ മുശ്രിക്കുകൾ? അബൂജഹൽ ഉത്ബത്ത് ശൈബത്തുമാര് ഹാജിമാർക്ക് വെള്ളം കൊടുക്കുന്നവരും ഭക്ഷണം കൊടുക്കുന്നവരുമായിരുന്നില്ലേ? വിദേശ രാജ്യത്ത് നിന്ന് ഹജ്ജിന് വരുന്ന ഹാജിമാരെ തീറ്റിപ്പോറ്റുകയും താമസിക്കാൻ സൗകര്യം ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നവരായിരുന്നില്ലേ? അതിനെ സംബന്ധിച്ചല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിച്ചത്, അജഅൽതും സിഖായത്തൽ ഹജ്ജ്, ഹാജിമാരെ തീറ്റിക്കുക, വെള്ളം കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക മുതലായ പുണ്യകർമ്മങ്ങളെ നിങ്ങൾ ആക്കിക്കളഞ്ഞോ? വ ഇമാറത്തൽ മസ്ജിദിൽ ഹറാം, പള്ളി പരിപാലിക്കുക, പള്ളിയുടെ സെക്രട്ടറി, പള്ളിയുടെ പ്രസിഡന്റ്, നാട്ടിന്റെ കാര്യങ്ങൾ, പൊതുകാര്യങ്ങൾ, ജമാഅത്ത് കമ്മിറ്റി മുതലായ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ, അതൊക്കെ നിങ്ങൾ ആക്കിക്കളഞ്ഞോ? ഖമൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഈ മുഹമ്മദ് മുസ്തഫ പ്രചോദനം ചെയ്യുന്ന ഈമാന്റെയും തൗഹീദിന്റെയും പ്രബോധകന്മാരെ പോലെയാണ് നിങ്ങൾ എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയോ? ലാ യസ്തവൂന ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ രണ്ടും ഒരുപോലെയല്ല എന്നല്ലേ അല്ലാഹു തആല പറഞ്ഞത്? അത് നിരർത്ഥകമാണ്. നിങ്ങളത് ശരിയെന്നല്ലല്ലോ പറഞ്ഞത്. രണ്ടും ഒരുപോലെയല്ല, ആപേക്ഷികമായി. കാരണം ഹറാം പരിപാലിക്കുക എന്നുള്ളത് ഖുറൈശികളെ സംബന്ധിച്ചോളം അള്ളാഹുമായി ബന്ധപ്പെട്ട കേസ. ഇബ്രാഹിം നബിയെ തൃപ്തിപ്പെടുത്താനല്ല, ഇസ്മായിൽ നബിയെ തൃപ്തിപ്പെടുത്താനല്ല, ലാത്ത തങ്ങളെ തൃപ്തിപ്പെടുത്താനല്ല, മനാത്ത തങ്ങളെ തൃപ്തിപ്പെടുത്താനല്ല, വദ്ദ് തങ്ങളെ തൃപ്തിപ്പെടുത്താനല്ല, വല്ലാഹി അല്ലാഹുവിനെ മാത്രം തൃപ്തിപ്പെടുത്താനാണ് ഖുറൈശി കൂട്ടം മസ്ജിദുൽ ഹറാമിനെ പരിപാലിച്ചത്. ചരിത്രം നിഷേധിക്കാൻ ഒക്കുമോ? കൃത്യമായി ഹൈദുൽ നിഫാസും കുളിക്കുന്നവരായിരുന്നില്ലേ ഖുറൈശി കൂട്ടത്തിലെ പെണ്ണുങ്ങൾ? കൃത്യമായി ജനാബത്ത് കുളിക്കുന്നവരായിരുന്നില്ലേ ഖുറൈശി കൂട്ടം? അബൂജഹൽ അടക്കം ഇബ്രാഹിമി ശരീഅത്ത് അനുസരിച്ച് ജനാബത്തുള്ള സമയത്ത് ഒരു മസ്ജിദുൽ ഹറാമിൽ കടക്കുമായിരുന്നോ? ഹൈദുള്ള പെണ്ണുങ്ങൾ മസ്ജിദുൽ ഹറാമിൽ കടക്കുമായിരുന്നോ? അത്രമാത്രം ശുദ്ധിയും വെടുപ്പും അള്ളാന്റെ പള്ളിയുടെ കാര്യത്തിൽ കാണിച്ചവരായിരുന്നില്ലേ ഖുറൈശി കൂട്ടം? പിന്നെങ്ങനെ അവർ ഇന്ത്യൻ ഹിന്ദുക്കളെ പോലെയല്ല? വല്ലാഹി അല്ല.
ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി ഇബ്രാഹിമി ശരീഅത്തും മില്ലത്തും അനുസരിച്ച് ഇസ്ലാമിനെ പരിചയമുള്ള ഒരു സമൂഹത്തിന്റെ നവോത്ഥാനത്തിന് വന്ന പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ. ആരാണത്? അർസലല്ലാഹു ലിയുജദ്ദിദ ദീന അബീഹിം ഇബ്രാഹിം. ശൈഖുൽ ഇസ്ലാം അങ്ങനെയാണ് വിശദീകരിച്ചത്. ലിയുജദ്ദിദ ദീന അബീഹിം ഇബ്രാഹിം. അവരുടെ ഉപ്പുപ്പ ഇബ്രാഹിമിന്റെ ദീനിനെ ഒറിജിനൽ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മുഹമ്മദ് നബി വന്നത്, പുതിയ ദീൻ പഠിപ്പിച്ചു കൊടുക്കാനല്ല. ഇനി മനസ്സിലാക്കാണ്ട് കാര്യങ്ങൾ ഒരുപാട്. നമ്മൾ ഇങ്ങനെ വളരെ പറഞ്ഞ സെൽഫികളാണ്. 25 രൂപയ്ക്ക് മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. അത് പേഴ്സൺ 50 കൊല്ലം പഴക്കമുണ്ടാവും. ഞാനും മുവഹീദാണ്, ഞാനും സെൽഫിയാണ്. അലിഫ് ബാത്ത പഠിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഇനിയും പഠിക്കാണ്ട് ഒരുപാട്. എത്ര നൂറ്റാണ്ട് വേണ്ടി വരുന്ന അള്ളാഹ്ക്കൊരു അറിയുള്ളൂ പഠിച്ചു തീരാൻ. അത്രമാത്രം ഉള്ളിൽ കിടക്കുകയാണ്. എന്താണ് സലഫിയത്ത്, എന്താണ് തൗഹീദ്, എന്താണ് റിസാലത്ത്, എന്താണ് ഷഹാദത്ത്. പഠിക്കുക കൂട്ടരെ, നന്നായിട്ട് പഠിക്കുക. അള്ളാഹു ഇൽമിന് ഒരുപാട് ബറക്കത്തും അമൽ ചെയ്യാൻ അതിലേറെ തൗഫീഖും നമുക്കേവർക്കും അള്ളാഹു അവൻ്റെ ഔദാര്യം കൊണ്ട് തന്നെ അനുഗ്രഹിക്കട്ടെ. അലാ വസല്ലു വസല്ലിമു അല നബിയിൽ മുസ്തഫ വറസൂലിൽ മുർത്തദ വഖാല മുഖ്ബിറൻ വആമിറാ إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه وأتباعه ومن تبعهم بإحسان إلى يوم الدين. اللهم صل على سيدنا الخلفاء الراشدين المهديين أبي بكر وعمر وعثمان وعلي رضوان الله عليهم أجمعين وعن سائر الصحابة والقرابة كلهم أجمعين وارض عنا معهم برحمتك يا أرحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اقسم لنا من خشيتك ما يحول بيننا وبين معاصيك ومن طاعتك ما تبلغنا به جنتك ومن اليقين ما تهون به علينا مصيبات الدنيا. اللهم متعنا بأسماعنا وأبصارنا وقواتنا ما أحييتنا. اللهم اجعله الوارث منا واجعل ثارنا على من ظلمنا وانصرنا على من عادانا. اللهم انصرنا على من عادانا. اللهم لا تسلط علينا. اللهم لا تجعل مصيبتنا في ديننا. اللهم لا تجعل مصيبتنا في ديننا. اللهم لا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يخافك ولا يرحمنا ولا تقتلنا بغضبك يا رب العالمين. اللهم اصلح لنا ديننا الذي فهو عصمة أمرنا ودنيانا التي فيها معاشنا وآخرتنا التي فيها معادنا. اللهم اجعل الحياة زيادة لنا في كل خير واجعل الموت راحة لنا من كل شر. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم.